Our next topic is classification of financial assets. Actually, we just have got an idea about what are financial assets and what kind of assets we are using and what is other type of assets and etc. So we can go to what is classification of what are the classification of financial assets. So we know that there are primary asset and secondary asset in the market. And primary asset and secondary assets, what is the difference between primary asset and secondary assets? Primary market is a market for new issues or new financial claims. It's also called new issue market. The primary market deals with those securities which are issued to the public for the first time. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. പ്രൈമറി മാർക്കറ്റിനകത്ത് ഫസ്റ്റ് ടൈം ഇഷ്യൂസ് ആണ് ഉണ്ടാവുക. The primary market are where investors have their first chance to participate in a new security issuance. The issuing company or group receives each proceeds from the sale. അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് റിസീവ് ചെയ്യുക, അതെല്ലാം നടക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുക. സെക്കൻഡറി, ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ സെക്കൻഡറി സെയിൽ സെക്യൂരിറ്റീസ്. രണ്ടാമതായിട്ട് സെയിൽ ചെയ്യുന്ന പ്രൈമറി മാർക്കറ്റിനകത്ത് നിന്ന് വന്നിട്ട് രണ്ടാമത് സെയിൽ വരുന്ന സെക്യൂരിറ്റീസിനെയാണ് സെക്കൻഡറി security market എന്ന് പറയുക. In other words, securities which have already passed through a new issue market are traded in this market. Already pass ചെയ്ത് പോയ മാർക്കറ്റ്, അതായത് പ്രൈമറി മാർക്കറ്റിനകത്ത് നിന്ന് സെയിൽ ചെയ്ത് പോയ സെക്യൂരിറ്റീസ് എല്ലാം സെക്കൻഡറി മാർക്കറ്റിനകത്ത് വരുന്നു. Generally, such securities are quoted in the stock exchange, and it provides a continuous and regular market for buying and selling of securities. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഈ ഒരു സെക്യൂരിറ്റീസ് ആർ quoted in the stock exchange. And it provides stock exchange like ഇത് quote ചെയ്യപ്പെടും. And it provide a continuous and regular market for buying and selling of securities. കാരണം കുറച്ചും കൂടി അതിൻ്റെ ഈസി ആക്സസിബിലിറ്റി നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണെന്ന് പറയാം. കാരണം പ്രൈമറി സെക്യൂരിറ്റീസിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു റേറ്റ് ഡിഫറൻസും ഒത്തൻറ്റിസിറ്റിയും കൂടുതലായിരിക്കും. ബട്ട് സെക്കൻഡറി മാർക്കറ്റിൽ ഇത് കുറവായിരിക്കും. ദ സെക്കൻഡറി മാർക്കറ്റ് ഈസ് വേർ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് സെക്യൂരിറ്റീസ് ഓർ അസെറ്റ് ഫ്രം അതർ ഇൻവെസ്റ്റേഴ്സ് റാദർ ദാൻ ഫ്രം ഇഷ്യൂയിങ് കമ്പനീസ് ദംസെൽസ്. മറ്റുള്ളവരിൽ നിന്ന് രണ്ടാമതായിട്ട് വാങ്ങിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ഒന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറിയും. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി ടൈപ്സ്. സെക്യൂരിറ്റി ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഫസ്റ്റ് വൺ മണി മാർക്കറ്റാണ്. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് വിച്ച് ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് അപ് ടു 1 year. ഒരു വർഷം വരെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്ത് പറയുക, മണി മാർക്കറ്റ് എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ് ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ പ്യുവർലി ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ദെൻ അടുത്തതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതെല്ലാം സെക്യൂരിറ്റി ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എപ്പോഴും ലോങ് ടേം ആണ് വരുന്നത്. Capital market is a market for financial assets which have a long or indefinite maturity. Generally, it deals with long-term securities which have a maturity period of above 1 year ആയിട്ടുള്ള maturity period വരുന്ന securities ആണ് നമ്മൾ എന്ത് പറയാം, ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിനി അടുത്ത സെക്കൻഡ് മൊഡ്യൂള് അതിനെപ്പറ്റി മാത്രമാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് എന്താ വരുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ അസറ്റ് വിച്ച് ഹാവ് എ ലോങ് ഓർ ഇൻഡെഫിനിറ്റ് മെച്യൂരിറ്റി. ജനറലി ഡീൽ വിത്ത് എ ലോങ് ടേം സെക്യൂരിറ്റീസ് വിച്ച് ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് എബവ് 1 year. ഇവിടെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ മാർക്കറ്റ് മേ ബി ഫർദർ ഡിവൈഡഡ്. അഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ലോങ് ടേം ലോൺ മാർക്കറ്റ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കത്തിൽ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റ് ഡീൽസ് ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് ഇൻ ലോങ് ടേം ഫിനാൻഷ്യൽ അസറ്റ് എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ദെൻ അതർ വൺ ഈസ് ഇക്വിറ്റി മാർക്കറ്റ്. A market where ownership of securities are issued and subscribed is known as equity market. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, a market where ownership of securitiesന്റെ ഓണർഷിപ്പ് ആണ് നമ്മൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാണ്, അത് നമ്മൾ സ്വീകരിക്കുകയും കൂടി ചെയ്യുവാണ്. അതിനെ പറയുന്ന പേരാണ് ഇക്വിറ്റി മാർക്കറ്റ്. എൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി ഇക്വിറ്റി മാർക്കറ്റ് ഫോർ ഷെയർ ഈസ് എ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഐ ഹവ് ഓൾറെഡി മെൻഷൻഡ് ഇറ്റ്, ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ എല്ലാം ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാണ്, അതിൻ്റെ ഒരു ഓണർ ആവാൻ പോവാണ്. സെക്യൂരിറ്റീസ് എപ്പോഴും നമുക്കൊരു ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്.
സോ ഇക്വിറ്റി മാർക്കറ്റിനകത്ത് അതിൻ്റെ ഓണർഷിപ്പും കിട്ടും, അത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റും എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിളും പഠിക്കണം. Another market is debt market. The market where funds are borrowed and lent is known as, and the debt, again it has come, sorry, ഡെപ്റ്റ് മാർക്കറ്റ്. അതിന് സ്ലൈഡ് ഒരു പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ആയിട്ട്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിനകത്ത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇത് വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡെപ്റ്റ് മാർക്കറ്റ്. അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബോറോവേഴ്സ് എഗ്രി ടു പേ ദ ലെൻഡർ ആൻഡ് ദ ഒറിജിനൽ എമൗണ്ട് ഓഫ് ലോൺ പ്ലസ് സം സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. എന്താ ചെയ്യുന്നത്, ബോറോവർ ലെൻഡർക്ക്, അതായത് നമ്മൾ കടം വാങ്ങിച്ച ആൾ ലെൻഡർക്ക് പൈസയും തിരിച്ചു കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും കൂടി തിരിച്ചു കൊടുക്കും. ഇങ്ങനെ വരുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെപ്റ്റ് മാർക്കറ്റ് എന്നുള്ള പേരിൽ പറയാം. Then other one is derivative market, a market where financial instruments are derived and traded based on an underlying asset such as commodities or stock. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു അസറ്റിനെ, അതായത് കമ്മോഡിറ്റീസോ അല്ലെങ്കിൽ സ്റ്റോക്കിനെയോ ബേസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിറൈവ് ചെയ്യുകയും ചെയ്യും, ട്രേഡ് ചെയ്യും. ആ മാർക്കറ്റിനെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ്, എ മാർക്കറ്റ് വെർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് derived and traded based on underlying assets such as commodities or stock. A derivative in contrast, but in the case contract price is determined by the market price of the core asset. ഇതൊരു കോൺട്രാക്ട് പ്രൈസും കൂടിയാണ്, ബട്ട് ഇതിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കോർ അസറ്റ് ആണ്. ദെൻ അടുത്തത് ഫ്യൂച്ചർ മാർക്കറ്റ്. This market provides standardized forward contracts for trading product at some future ഡേറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് സം സ്റ്റാൻഡർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ് ഫ്യൂച്ചർ ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോർ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ദെൻ അടുത്തതാണ് ഇൻഷുറൻസ് മാർക്കറ്റ്. ഇൻഷുറൻസ് മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് റിസ്ക്. ഇൻഷുറൻസ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് റിസ്ക് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റ്. ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റ് കോമൺ ആയിട്ട് കാണുന്നതാണ് മാർക്കറ്റ് ദാറ്റ് കംപ്രൈസ് പാർട്ടിസിപ്പൻറ്റ്സ് സച്ച് ആസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദാറ്റ് പ്രൊവൈഡ് വേരിയസ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ATM, ക്രെഡിറ്റ് കാർഡ്, ക്രെഡിറ്റ് റേറ്റിംഗ്, സ്റ്റോക്ക് ബ്രോക്കറേജ് എക്സെട്ര ഇസ് നോൺ ആസ് ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റ്. ഇപ്പോൾ നമുക്ക് കാണുന്ന നമ്മുടെ കയ്യിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ATM കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ക്രെഡിറ്റ് റേറ്റിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഇതെല്ലാം വരുന്നത് ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റിനെയാണ് വരുന്നത്. ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് യൂസ് ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റ് ടു പർച്ചേസ് സർവീസ് ദാറ്റ് എൻഹാൻസ് ദ വർക്കിംഗ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. 10th പോയിന്റ് വരുന്നത്. Then other one is depository market. A depository market consists of depository institutions that accept deposits from individual and firms that uses these funds to participate in the debt market. Depository market എന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെന്താ ചെയ്യുന്നത്, ദാറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽ, അവർ ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽസിൽ നിന്നും ഫേമിൽ നിന്നും. ആൻഡ് അവരെന്ത് ചെയ്യുന്നു, ഈ ഫണ്ട് യൂസസ് ദിസ് ഫണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കടം, നമ്മൾ ബോറോയിങ്ങും ലെൻഡിങ്ങും കൊടുക്കുന്ന മാർക്കറ്റിനെയാണ് ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുക. അവരെന്ത് ചെയ്യുന്നത്, യൂസസ് ദിസ് ഫണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെപ്റ്റ് മാർക്കറ്റ് ബൈ ഗിവിംഗ് ലോൺസ് ഓർ പർച്ചേസിങ് അതർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ട്രഷറി ബിൽ. അത് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രഷറി ബിൽസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഇവർ ചെയ്യുന്നു. Then അടുത്തതാണ് നോൺ ഡെപ്പോസിറ്ററി മാർക്കറ്റ്. നോൺ ഡെപ്പോസിറ്ററി മാർക്കറ്റ് ക്യാരീസ് ഔട്ട് വേരിയസ് ഫങ്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് റേഞ്ചിങ് ഫ്രം ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ടു സെല്ലിംഗ്, ഇൻഷുറൻസ് എക്സെട്ര. അവിടെയാണ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് ഇന്റർ ബാങ്ക് മാർക്കറ്റ്. Interbank market 13th point ആണ്. Interbank market is a financial system and trading of currencies among banks and financial institutions, excluding retail investors and smaller trading party. While some interbank trading is performed by banks on behalf of large customers, most interbank trading takes place from banks' own account. ഇന്റർബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തുണ്ട് ബാങ്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ഫെസിലിറ്റിയാണ് വരുന്നത്. ഇന്റർബാങ്ക് മാർക്കറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ട്രേഡിംഗ് ഓഫ് കറൻസീസ്. ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ട്രേഡിംഗ് ഓഫ് കറൻസീസും നടക്കുന്നുണ്ട് എമംഗ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എമംഗ് ബാങ്ക് അതായത് ബാങ്കിൻ്റെ ഉള്ളിലും ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സ്ക്ലൂഡിംഗ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്മോളർ ട്രേഡിംഗ് പാർട്ടീസ്. ഒഴിവാക്കിക്കൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിലായിട്ട് വരുന്നതിൽ നിന്നും ചെറുതായിട്ട് പർച്ചേസ് ചെയ്ത് റീറ്റെയിൽ
കച്ചവടം നടത്തുന്നതിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡിങ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്മോളർ ട്രേഡിംഗ് പാർട്ടീസ്. ചെറിയ ട്രേഡിംഗ് പാർട്ടീസിനെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. While some interbank trading is performed by banks on behalf of large customers, most interbank trading takes place from banks' own account. ബാങ്കിൻ്റെ ഓൺ അക്കൗണ്ടിലൂടെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? പല തരത്തിലുള്ള ഇന്റർബാങ്ക് ട്രാൻസ്ഫേഴ്സും നടക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഫോറെക്സ് മാർക്കറ്റ്. ഫോറെക്സ് മാർക്കറ്റ് ഈസ് വേർ കറൻസീസ് ആർ ട്രേഡഡ്. The forex market is the largest, most liquid market in the world, with an average traded value that exceeds $1.9 trillion per day and includes all of the currencies in the world. The forex is the largest market in the world in the term of total cash value traded, and any person, firms or country may be participating in the world. ഇതോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ട്രേഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള കറൻസികളെല്ലാം യൂസ് ചെയ്തിട്ട് ബിറ്റ് കോയിൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള കറൻസികളിലോട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മളെല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് എൻ ആവറേജ് ട്രേഡഡ് വാല്യൂ അത് $1.9 ട്രില്യൺ എക്സീഡ് ചെയ്യുന്ന പെർ ഡേ ആണ്. അത്രയും അധികം വാല്യൂ ആണ് നമ്മൾ ട്രേഡിങ്ങിലൂടെ നടക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്രയും ട്രേഡിങ്ങിനകത്ത് ഇത്രയും മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നടക്കുന്ന മണി മാർക്കറ്റുകളെല്ലാം മിക്കവാറും ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. Trading ആണ് അവർ ചെയ്യുന്നത്. So what they are doing, they will be investing their money into trading, and from the return from the trading they will be trading നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള മണി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. So forex is the largest market in the world in terms of the total cash value traded, and any person, firm or country may participate in the market. ഇതിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഇത് ലാർജ് മാർക്കറ്റാണ്. ക്യാഷ് വാല്യൂവിൻ്റെ ബേസിലാണ്. എനി പേഴ്സൺ, ഫേം ഓർ കൺട്രി മേ പാർട്ടിസിപ്പേറ്റ്. ഒരാളുകൾക്ക് ചെയ്യാം, ഫേമിന് ചെയ്യാം, പിന്നെ രാജ്യങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം കൂടി ചെയ്തിട്ടാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വരുന്നത്. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് രണ്ടെണ്ണം, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി ടൈപ്പ് ഉണ്ട്. അതും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സ്റ്റഡി ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫോർ എ ഷോർട്ട് എസ്സേ, അല്ലെങ്കിൽ എസ്സേക്കും ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. സോ all of you study, have to make a note and you have to post it in the group by today itself. Okay, thank you.